വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മുടെ ഫോറിൻ ഫാക്കൽറ്റീസ്, നിലമ്പൂരിൻ്റെ ചരിത്രത്തിൻ്റെ നാഴികക്കല്ലിൽ ഒരു പുതിയ അധ്യായം കൂടി രചിക്കുന്ന രൂപത്തിലാണ് ഇന്ന് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇതുവരെ നിലമ്പൂരിന് കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത ഒരു വലിയ കുട്ടികളുടെ ചലനം തന്നെ ഒരു നിലമ്പൂർ നഗരത്തെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ കുട്ടികളുടെ നഗരം എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു സാഗരമാക്കി തീർക്കുന്ന പ്രകടനമാണ് വിവിധ സ്കൂളുകൾ കാഴ്ചവെച്ചത്. മാത്രമല്ല, ഇന്നിവിടെ മുനിസിപ്പൽ സ്കൂൾ സ്റ്റുഡൻസ് പാർലമെന്റ് കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, കുട്ടികളുടെ വിവിധ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ, അത് പറയാൻ, അതിന് പരിഹാരം കാണാൻ കൃത്യമായി നിങ്ങൾക്ക് ഈ പാർലമെന്റിനെ ഉപയോഗിക്കണം. തെരഞ്ഞെടുത്തതിന് ശേഷം ഒരു പാർലമെന്റ് നടക്കുക എന്നത് ഇതുവരെ സാധ്യമായിട്ടില്ലായിരുന്നു. തെരഞ്ഞെടുപ്പുകൾ വാശിയോടെ നടക്കും. പക്ഷെ എന്തിനാണ് സ്കൂളുകളിലും നിർബന്ധമായും നടക്കേണ്ട ഒരു സംവിധാനമായി സ്റ്റുഡന്റ് പാർലമെന്റുകളെ നമ്മൾ മാറ്റുകയാണ് ഈ പദ്ധതിയിലൂടെ. മറ്റൊന്ന്, ഇത് മാത്രമല്ല, നമുക്ക് ഈ വിവിധ സ്കൂളുകളിൽ നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ അവതരിപ്പിക്കാൻ, സർക്കാരിൽ അവതരിപ്പിക്കാൻ അതിനുകൂടിയുള്ള ഒരു വേദിയായി ഈ പാർലമെന്റിനെ നമ്മൾ മാറ്റുകയാണ്. നമ്മളെ മാറ്റുന്നത് വിവിധ സ്കൂളുകളിലെ പ്രതിനിധികൾ അടങ്ങുന്ന ഒരു പാർലമെന്റ്, മുനിസിപ്പൽ തല സ്റ്റുഡന്റ് പാർലമെന്റ് കൂടി നമ്മൾ രൂപീകരിക്കുന്ന അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. മാത്രമല്ല, ഈ പാർലമെന്റ് നടക്കുമ്പോൾ ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അത് കേൾക്കാൻ, അതിന് പരിഹാരമുണ്ടാക്കാൻ മുനിസിപ്പൽ തലം മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ഈ പറയുന്ന ഡിപ്പിന്റെ മുനിസിപ്പൽ തല പാർലമെന്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേവലം നിങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ പറയുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന കാര്യങ്ങൾ കൃത്യമായി പരിഹാരം കാണാനുള്ള ഒരു സംവിധാനം കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടാവുന്നു എന്നതാണ് ഈ പാർലമെന്റിന് കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി, ഒരു ഗുണമായി നമ്മൾ കാണുക. നഗരം പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഒരു ടോൾ ഫ്രീ നമ്പർ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ടോൾ ഫ്രീ നമ്പർ തീരുമാനിച്ചത് മാത്രമല്ല, എല്ലാ സ്കൂളുകളിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ അതിനുള്ള സജഷൻ ബോക്സുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് അവരാരും തന്നെ കാണാതെ നമുക്കത് കൃത്യമായി കുട്ടികളുടെ പരാതികൾക്ക് പരിഹാരം കാണാൻ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുള്ള പരിഹാരം കാണാനുള്ള ചൈൽഡ് പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന കൗൺസിൽ കൂടി എല്ലാ സ്കൂളുകളിലും ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുള്ള ഭാഗമായി നടപ്പിലാക്കുകയാണ്. ഇന്നിവിടെ കാണുന്ന പാർലമെന്റിൽ നിങ്ങൾക്കറിയാം നിരവധി പ്രശ്നങ്ങൾ. കുട്ടിയുടെ ബാല്യവിവാഹം, നിങ്ങൾക്ക് കുടിവെള്ളമില്ലാത്ത പ്രശ്നം, നല്ല മൂത്രപ്പുരകളില്ലാത്ത പ്രശ്നം, അതുപോലെ തന്നെ പാചകപ്പുരയുടെ അപര്യാപ്തതയുടെ പ്രശ്നം, ക്ലാസ് റൂമുകളുടെ അപര്യാപ്തതയുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ ഇവിടെ പാർലമെന്റിൽ ചർച്ച ചെയ്യുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പാർലമെന്റ് മെമ്പർ MI ഷാനവാസ് MP തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ മാത്രമല്ല, എപ്പോഴും പാർലമെന്റിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ എപ്പോഴും ചാനലുകളിൽ ആധികാരികമായി വളരെ ആഴത്തിൽ പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി അവധാനതയോടുകൂടി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പാർലമെന്റേറിയൻ കൂടിയാണ് ശ്രീ MI ഷാനവാസ് MP. അദ്ദേഹം തന്നെയാണ് ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് എന്നൊരു മഹനീയത കൂടി ഈ കർമ്മങ്ങൾക്കുണ്ട് എന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.